ചേട്ടൻ അച്ഛനായി, അങ്ങനെ ചേട്ടച്ചനായി. മീനാക്ഷിയും ചേട്ടച്ചൻ്റെയും കഥ അവസാനിച്ചത് ഇങ്ങനെയായിരുന്നു. എന്നാൽ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച കഥ ഇതല്ലായിരുന്നു. ചേട്ടച്ചനും മീനാക്ഷിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനുള്ള ആഗ്രഹം ഇന്നും എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമുക്ക് കഥ അങ്ങനെ ഒന്ന് മാറ്റി നോക്കിയാലോ? ചേട്ടച്ചൻ്റെ മീനാക്ഷി പഠിച്ച് വലിയൊരു കുട്ടിയായി. മിടുക്കിയായ വിദ്യാർത്ഥി, മിടുക്കിയായ നർത്തകിയുമായിരുന്നു മീനാക്ഷി. ചേട്ടൻ്റെയും ഒക്കെ പൊന്നോമനയായിരുന്നു മീനാക്ഷി. എല്ലാത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മീനാക്ഷി ചേട്ടച്ചൻ്റെ മാത്രമല്ല, നാടിൻ്റെ തന്നെ എല്ലാവരുടെയും സ്വന്തം മീനാക്ഷിയായിരുന്നു. എല്ലാവരുടെയും പ്രിയ പുത്രിയായിരുന്നു. പഠിച്ചു മിടുക്കിയായി വലിയൊരു കുട്ടിയായപ്പോൾ മീനാക്ഷിക്ക് വിവാഹാലോചനകൾ തുടങ്ങി. മീനാക്ഷിക്ക് ഒരൊറ്റ വാശിയേ ഉണ്ടായിരുന്നുള്ളൂ, ചേട്ടച്ചൻ വിവാഹം ചെയ്യാതെ മീനാക്ഷി ചേട്ടച്ചനെ ഒറ്റയ്ക്കായി പോയില്ല എന്നുള്ളത്. ഒടുവിൽ മീനാക്ഷിയുടെ ആഗ്രഹപ്രകാരവും മീനാക്ഷിയുടെ വാശിക്കുള്ളിൽ കീഴടങ്ങിയും ചേട്ടച്ചൻ വിവാഹിതനാകാൻ തീരുമാനിച്ചു. അങ്ങനെ ചേട്ടച്ചൻ്റെയും മീരയുടെയും വിവാഹം കഴിഞ്ഞു. മീനാക്ഷി ഏറെ കാണാൻ ആഗ്രഹിച്ച കാഴ്ച നടന്നു. മീനാക്ഷിയുടെ ആ ആഗ്രഹം അങ്ങനെ സഫലമായി. പിന്നീട് മീനാക്ഷി തൻ്റെ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. മിടുക്കനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി ചേട്ടച്ചനും മീരയും രാമകൃഷ്ണനും എല്ലാവരും ചേർന്ന് മീനാക്ഷിയുടെ വിവാഹം നടത്തി. മീനാക്ഷി വിദേശത്ത് പോവുകയായിരുന്നു. ചേട്ടച്ചനും മീരയും തൻ്റെ മീനാക്ഷിയുടെ വരവിനായി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ തൻ്റെ മൂത്ത ചേട്ടനായ രാമകൃഷ്ണനും കുടുംബവും മീനാക്ഷിയുടെ വരവിനായി കാത്തിരിക്കുകയാണ്. മീനാക്ഷി വരുമ്പോൾ തറവാട്ടിലാണ് എല്ലാവരും കൂടുന്നത്. എല്ലാവരുടെയും വളരെയധികം സന്തോഷകരമായ ദിനങ്ങൾ തന്നെയാണ്. ഒരു ഉത്സവം പോലെ തന്നെയാണ് മീനാക്ഷി വരുമ്പോൾ. അങ്ങനെ നാളുകൾക്ക് ശേഷം മീനാക്ഷി നാട്ടിലെത്തി. ഒരു ഉത്സവ നാൾ തന്നെയാണ് മീനാക്ഷി എത്തുന്ന സമയത്ത്. കുടുംബാംഗങ്ങൾ എല്ലാവരും തറവാട്ടിൽ ഒത്തുചേരും മീനാക്ഷി വരുന്ന നാളുകളിൽ. വിദേശത്താണെങ്കിലും മീനാക്ഷി ഇപ്പോൾ ഒരു വലിയൊരു നർത്തകിയാണ്. അവിടുത്തെ കുട്ടികളെയൊക്കെ നൃത്തം പഠിപ്പിക്കുകയാണ് മീനാക്ഷി. ഇപ്പോൾ മീനാക്ഷി എത്തിയിരിക്കുന്നതിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. മീനാക്ഷി തൻ്റെ മകളുടെ അരങ്ങേറ്റം കുറിക്കാനും കൂടിയാണ് വന്നത്. തൻ്റെ അമ്പലത്തിൽ മീനാക്ഷിയും മകളും ഒത്താണ് നൃത്തം ചെയ്യുന്നത്. മീനാക്ഷി തൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി. തൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും തന്നെ തൻ്റെ നാട്ടിൽ സന്തോഷകരമായി ഉണ്ട്. മീനാക്ഷിയുടെ വരവിനായി കാത്തിരുന്ന എല്ലാവരും ആ നൃത്തം കാണാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇന്നും മീനാക്ഷിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അങ്ങനെ മീനാക്ഷിയും മകളും ഒന്നിച്ച് തൻ്റെ അമ്പലത്തിൽ നൃത്തം ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കാത്തിരിപ്പിലാണ് എല്ലാവരും. മീനാക്ഷിയുടെ പ്രിയ കൂട്ടുകാരൻ ഇപ്പോൾ വിദേശത്താണ്. മീനാക്ഷി വരുമ്പോൾ തന്നെയാണ് കൂട്ടുകാരനും എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് അവരവരുടെ സന്തോഷകരമായ നിമിഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട്. താൻ എവിടെ പോയാലും തൻ്റെ എപ്പോഴത്തെയും ഏറ്റവും വലിയ കൂട്ടുകാരൻ തൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടുകാരൻ തന്നെയാണ്. എല്ലാ വിശേഷങ്ങളും ഇരുവരും ഫോണിൽ കൂടെയൊക്കെ പങ്കുവെക്കാറുണ്ടെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഒന്നിച്ച് കൂടുന്നതും സന്തോഷ വാർത്തകളെല്ലാം പങ്കുവെക്കുന്നതുമൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ. നാട്ടിൽ വരുമ്പോഴെല്ലാം മീനാക്ഷി തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ കാണാൻ പോകാറുണ്ട്. മീനാക്ഷിയുടെ ജീവിതത്തിലെ ഒരു ഭാഗങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരും. എത്രയൊക്കെ വളർന്ന് വലിയ കുട്ടിയായാലും മീനാക്ഷി ഇന്ന് ഈ രണ്ട് ചേട്ടന്മാരുടെയും പൊന്നനുജത്തിയാണ്. എൻ്റെ ചേട്ടച്ചൻ്റെ എന്നും പൊന്നു ഓമന തന്നെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും മീനാക്ഷി അനിയത്തിയല്ല, മീനാക്ഷി സ്വന്തം മകൾ തന്നെയാണ്. ഇപ്പോൾ മകൾ കൂടി ചേർന്നപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മക്കൾ രണ്ടാണ്. ഇന്നും ഈ ചേട്ടന്മാരുടെ പൊന്നോമനയായി തന്നെ മീനാക്ഷി കഴിയുകയാണ്.